ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബേക്കറി കിട്ടുന്ന അതേ രുചിയിൽ പപ്പടവട ഉണ്ടാക്കിയാലോ. ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഇല്ല, ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിന് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പപ്പടം വെയിലത്ത് വെച്ച് ഉണക്കേണ്ടതുണ്ട്. ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് വെയിലത്ത് വെക്കുമ്പോൾ തന്നെ പപ്പടം നല്ല സ്റ്റിഫായിട്ട് കിട്ടും. പപ്പടം നല്ല വടി പോലെ ഇരിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. നമുക്കൊരു ബൗളിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പത്തിന് ഇടിയപ്പത്തിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം സാധാരണ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇത് 1/2 ടേബിൾ സ്പൂണോളം ഉണ്ട്. നല്ല എരിവും അതേപോലെ നല്ല കളറുള്ള മുളക് പൊടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എരിവെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളം കുറേശ്ശെ ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ദോശമാവിൻ്റെ പരുവമില്ലേ, അതേ കൺസിസ്റ്റൻസിൽ വേണം വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ല, ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം. അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ല. ഏകദേശം നമ്മുടെ ദോശയുടെ മാവിൻ്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് പപ്പടം ഓരോന്നും മുക്കിയ ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് എണ്ണ ചൂടായ ശേഷം ഓരോ പപ്പടവും ഈ മാവിലേക്ക് മുക്കിയ ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. പപ്പടത്തിന് 2 വശവും ഇതുപോലെ മാവിൽ നന്നായിട്ട് മുക്കിയെടുക്കുക. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞ് വന്നപ്പോൾ തന്നെ അപ്പുറത്തെ സൈഡും ഞാൻ മറിച്ചിട്ടു. അതിനുശേഷം നമുക്ക് ഇതുപോലെ കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പരിപാടി. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പപ്പടവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആർക്കും വേണമെങ്കിൽ തയ്യാറാക്കാവുന്നതാണ്. പപ്പടവട എല്ലാം വറുത്ത ശേഷം മാവ് ഇനി ബാക്കി വരികയാണെങ്കിൽ കുറച്ച് സവാള അതിലേക്ക് അരിഞ്ഞിട്ട ശേഷം നമുക്ക് ഈ ബാറ്ററിൽ മുക്കി വറുക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു കടിയും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ പപ്പടവട ബിസിനസ്സൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലത്തെ രീതിയിൽ ചെയ്തിട്ട് വിൽക്കാവുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് മീ നാൻസി സൈനിങ് ഔട്ട്.